നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന ഒരു ഗസ്റ്റ്. അത് ശരിക്കും നമ്മുടെ പല പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരാ വരുന്നറിയോ? ഒത്തിരി ഇടവേളകൾക്ക് ശേഷം സിനിമ ലൈഫിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു ക്യാരക്ടറോട് കൂടി തിരിച്ചുവരവ് നടത്തിയ വേറെ ആരുമല്ല, നമുക്ക് ഏറ്റവും നമ്മുടെ ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ആഗ്രഹിച്ചു. പക്ഷെ പെട്ടെന്ന് നിന്ന് നിപ്പിന് സിനിമ എല്ലാം മതിയെന്നും പറഞ്ഞേച്ച് കല്യാണം കഴിഞ്ഞ് പോയി. പക്ഷെ തിരിച്ച് അതേപോലെ ഫിലിമിലേക്ക് വന്ന് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സ്ക്രീൻ പ്രസൻസ് തരാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് അഭിരാമിയാണ് ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അഭിരാമി ഒത്തിരി നാളുകൾക്ക് ശേഷം സിനിമയിൽ അഭിനയിക്കുന്നത്. അന്നേരം ഒത്തിരി വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതിന് മുമ്പ് എനിക്ക് ഈ പരിപാടി ഒന്ന് തീർത്തേച്ച് പ്രസൻറ്റ് ചെയ്യാം. അത് നമ്മൾ കൊടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കി വെച്ചേച്ച് വേണം എനിക്ക് വർത്താനം തുടങ്ങാൻ. ഇല്ലേലുണ്ടല്ലോ ഒന്ന് വിശേഷം അറിയാനൊക്കത്തില്ല. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കാണുന്നതാണേ. അന്നേരം പിന്നെ 1-2 വർത്താനത്തിലൊന്നും നിൽക്കുകയില്ല, കുറച്ച് കൂടുതൽ വർത്താനം പറയേണ്ടി വരും. ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് ചോദിക്കാൻ. പലതവണ കണ്ടിട്ട് മറന്നുപോയ പല കാര്യങ്ങളും ഇപ്പോൾ കരുതിക്കൂട്ടി വെച്ചേക്കുക. അന്നേരം ഇതെല്ലാം ചോദിച്ച് ഞാൻ മാത്രം അറിയണ്ടല്ലോ, എൻ്റെ പ്രേക്ഷകർക്കും കൂടെ വിശേഷം അറിയണ്ടേ. അപ്പോൾ അഭിരാമിക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാൻ കാണും, എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അതാണ് ഏറ്റവും പ്രാധാന്യം. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് വിശക്കുന്നു. എന്നെ കണ്ടപ്പോ ഇതാണോ പറയാനുള്ള. പക്ഷെ ഐ എം സോ ഹാപ്പി. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഫസ്റ്റ് ടൈം വന്ന് ചേച്ചി എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഐ എം സോ ഹാപ്പി. നമ്മൾ ആൾക്കാരുടെ സ്ട്രെങ്സ് നോക്കിയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. ഓക്കെ, ഇവിടെ വന്നാൽ നല്ല ഭക്ഷണം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നെ കാണാൻ വന്നല്ലേ? അല്ല, അതെ, അയ്യോ സോറി, അതെ, കാണാൻ വന്നതാണ്. പക്ഷെ ചേച്ചിയെ കാണാൻ വരുവാണെങ്കിൽ ഭക്ഷണവും കൂടി കിട്ടുമെന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ. അത് ഈ വീട്ടിൽ എന്തായാലും ഉറപ്പാ. പക്ഷെ എനിക്ക് അഭിരാമിയുടെ ഫേസിൽ ഭയങ്കര സന്തോഷം. ഗരുഡന്റെ ട്രീറ്റ് എനിക്ക് തരാൻ വന്നാണോ എന്റെ ട്രീറ്റ് വാങ്ങിച്ചു തരാൻ വന്നതാണോ? ഇപ്പൊ തൽക്കാലം തിന്നാൻ വന്നതാണ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ട്രീറ്റും കൊണ്ടുവരാം. ട്രീറ്റ് എനിക്ക് ഡെഫിനറ്റ്ലി. യെസ്. അതെ, ഭയങ്കര സന്തോഷം. അഭിരാമിയുടെ ഫേസിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല പ്രകാശം. എന്നാ അത് ഈ ഒത്തിരി ലൈറ്റ് വെച്ചിട്ടുണ്ടോ? അതിനെക്കാട്ടിലും എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷത്തിന്റെ. എനിക്കൊന്ന് ഗരുഡൻ ഭയങ്കര ഹിറ്റ് ആയതിന്റെ ഒരു ഭയങ്കര സന്തോഷം ഉള്ളിലില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഏതൊരു ആക്ടറിനും നല്ല പടത്തിന്റെ ഭാഗമാകുന്നതിൽ ഒരു തരം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. വിജയിക്കുന്ന പടത്തിന്റെ ഭാഗമാകുന്നതിന് വേറൊരു ത്രില്ലാണ്. സത്യം. എനിക്കൊന്ന് അഭിരാമി ഒരു ശരിക്കും നല്ലൊരു ഗ്യാപ്പിന് ശേഷം വന്നാല് മലയാളത്തിലെ ലാസ്റ്റ് മൂവി വന്നിട്ട് ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഫസ്റ്റ് വന്നപ്പോഴും സെക്കൻഡ് എൻട്രി ആയപ്പോഴും അതൊരു നല്ലൊരു ഡിഫറൻസ്. നമ്മൾ ആദ്യമായിട്ട് ഫിലിമിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട് അല്ലെ? നമ്മളൊരു ടീനേജ് ഗേൾ ആണ്. സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ ഒരു ആങ്സൈറ്റി, ക്യൂരിയോസിറ്റി, എന്താ ഒരു സെലിബ്രിറ്റി ആവുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വരെ വരും. അപ്പൊ there is a lot of difference in that അല്ലേ? അതെ. What is the difference in that? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നത് ഒരു അബദ്ധത്തിൽ വന്നു പോയതാണ്. ട്രിവാൻഡ്രത്ത് അനിലാൻറ്റി ഉണ്ടല്ലോ. ചേച്ചി പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ നമ്പർ 1 ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പം അനിലാൻറ്റി ഇങ്ങനെ പറഞ്ഞു, ഒരു ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, മോള് കാണാൻ നല്ല സ്മാർട്ട് ആണല്ലോ, അവിടെ പോയിട്ടൊന്ന് ഓഡിഷൻ ചെയ്യിച്ചൂടെ എന്ന്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക. അപ്പൊ അമ്മയും ഞാനും കൂടെ ഒരു ഹരം കയറിയിട്ട് ഞങ്ങൾ പോയി ഓഡിഷൻ ചെയ്തു. അങ്ങനെ എനിക്ക് കിട്ടുകയും ചെയ്തു. ആ ഒരു 10th കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ടൈമിൽ ഞാനൊരു പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു, ആങ്കറിങ് ചെയ്തു. അങ്ങനെ അബദ്ധത്തിൽ തുടങ്ങിപ്പോയതിൽ നിന്നാണ് എനിക്ക് പിന്നെ സിനിമയിലോട്ടുള്ള അവസരം വരുന്നതും പിന്നെ ഓരോന്നായിട്ട്. ആക്ച്വലി സുരേഷ് ഏട്ടൻ തന്നെയാണ് എന്നെ വിളിച്ചത്.